ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. ഞാൻ 2 ദിവസമായിട്ട് തൃശ്ശൂരുണ്ട്. ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കാലിക്കറ്റിലേക്ക് പോവാണ്. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ശ്രീ ഗുരുവായൂർ ടിഫിനിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. തൃശ്ശൂരിലുള്ള ഒരു ഡീസൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അവിടെ പ്യുവർ വെജാണ്. ഞാൻ കഴിച്ചിട്ടുള്ളത് കോഫിയും നെയ് റോസ്റ്റും അതേപോലെ തന്നെ പൂരി സെറ്റും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അവിടുത്തെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കടുപ്പത്തിലാണ് കോഫി വരിക. അതേപോലെ കോഫീൻ്റെ മുകളിൽ കുറച്ചൊരു കോഫി പൗഡറൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് അവിടുത്തെ കോഫിക്ക്. അടിപൊളി കോഫിയാണ്. പിന്നെ ഉണ്ടായിരുന്നത് നെയ് റോസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ഫുഡിനെല്ലാം ഒരു സ്വീറ്റ്നെസ് ഫീൽ ഉണ്ട് കേട്ടോ. ഓവർ സ്പൈസി അല്ല, എല്ലാത്തിനും ഒരു ചെറിയ മധുരമുണ്ട്. ആ മധുരം എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോണം എന്നില്ല. പിന്നെ നെയ് റോസ്റ്റിന് കൂടെ ഞാൻ ഒരു വട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതത്ര ക്രിസ്പി അല്ല, കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ 2 ചട്നി ഉണ്ടാവും, സാമ്പാർ ഉണ്ടാവും. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പൂരീൻ്റെ കൂടെ ബാജി, അതേപോലെ ഒരു ചട്നി ഉണ്ട്. പിന്നെ അച്ചാറുണ്ടായിരുന്നു, മാങ്ങച്ചാറായിരുന്നു. പൊതുവേ ഞാൻ ആദ്യമായിട്ടാണ് പൂരീൻ്റെ കൂടെ മാങ്ങച്ചാർ കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്. പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാലഡ്സും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കളറായി. അപ്പം തൃശ്ശൂർ വരുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10-ൽ ഒരു 8.5 ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.